പാലക്കാട് പട്ടാമ്പിയിൽ നിന്നും കടലാഴങ്ങൾ തൊട്ടറിഞ്ഞ് അതുല്യ എന്ന യുവതി ലോകശ്രദ്ധ നേടുന്നു. രാജ്യത്തെ തന്നെ കൊമേഴ്സ്യൽ ഡൈവിംഗ് ലൈസൻസ് ഉള്ള ആദ്യ വനിത കൂടിയാണ് പർദൂർ പഞ്ചായത്തിലെ ഈ 29കാരി. സ്കൂബ ഡൈവിംഗ് പോലെയുള്ള സാഹസിക വിനോദങ്ങൾ ഏവർക്കും സുപരിചിതമാണ്. പക്ഷേ അതിൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് ഉള്ളവർ വളരെ വിരളമാണ്. ഇന്ത്യയിൽ അത്തരത്തിൽ കൊമേഴ്ഷ്യൽ ഡൈവിംഗ് ലൈസൻസ് ഉള്ള ഒരേയൊരു വനിതയേ ഉള്ളൂ. പട്ടാമ്പിക്കാരി അതുല്യയാണ് രാജ്യത്തിന് അഭിമാനമായ ആ വനിതാരത്നം. ലോകത്തെ ഏറ്റവും അപകട ഭീഷണിയുള്ള ജോലികളിൽ ഒന്നാണ് കൊമേഴ്ഷ്യൽ ഡൈവിംഗ്. അതിലാണ് 29കാരി അതുല്യ ലൈസൻസ് നേടി രാജ്യത്തിന് അഭിമാനമാകുന്നത്. കോവളം, കൊച്ചി, ആൻഡമാൻ ദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നാണ് അതുല്യ സ്കൂബ നിയന്ത്രണ പരിശീലനം നേടിയത്. കൊച്ചിയിൽ നിന്നാണ് അതുല്യയ്ക്ക് സൗത്ത് ആഫ്രിക്കയിലേക്ക് അവസരം ലഭിച്ചത്. 12 ലക്ഷത്തോളം രൂപ ചെലവ് വരുന്ന പരിശീലനമാണിത്. സ്പോൺസർഷിപ്പോട് കൂടിയാണ് അതുല്യ പരിശീലനം പൂർത്തിയാക്കിയത്. പരിശ്രമിച്ചാൽ ആർക്കും ഡൈവിംഗ് ലൈസൻസ് നേടാൻ സാധിക്കുമെന്ന് അതുല്യ പറയുന്നു. ഞാൻ ഈ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഉണ്ടായിരുന്ന ഒരാളും എൻ്റെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. പാരൻസ് ആയിക്കോട്ടെ, ഇവിടെ വന്ന അങ്കിൾ ആയിക്കോട്ടെ, ഞാൻ ബോൺ സഫാരിയിൽ തന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവിടെ നിന്നാണെങ്കിലും ഓക്കെ, ഒരു പെൺകുട്ടിയാണ്, ഞങ്ങൾ അത് അക്കോമഡേഷൻ ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള നോയും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എല്ലായിടത്തും നമുക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള വെൽക്കമിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടുന്ന് തൊട്ട് തുടങ്ങിയ ഒരു ജേണി ആയി. ഇപ്പം 5 വർഷമായി ഞാൻ ഡൈവിംഗിലേക്ക് വന്നിട്ട്. കടലിന്റെ അടിത്തട്ടിൽ പോയി കപ്പലുകളുടെയും മറ്റു കേടുപാടുകൾ പരിശോധിക്കുന്നതാണ് ജോലി. ഭാരമേറിയ സാങ്കേതിക സുരക്ഷാ സംവിധാനമൊക്കെയായി മണിക്കൂറുകളോളം കടലിനടിയിൽ കഴിയണം. അക്രമകാരികളായ മത്സ്യങ്ങളും മറ്റു ജീവജാലങ്ങളും ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും ഭീഷണിയാകാറുണ്ട്. എന്നാൽ ഈ തൊഴിലിനോടുള്ള താല്പര്യം കാരണം എല്ലാ അപകട സാധ്യതകളെയും നേരിടാൻ അതുല്യ തീരുമാനിക്കുകയായിരുന്നു. പാലക്കാട് ജില്ലയിൽ നിന്നും സൗത്ത് ആഫ്രിക്കയിലെത്തി കടൽ കീഴടക്കുന്ന അതുല്യ പുതുതലമുറയ്ക്ക് പ്രചോദനമാവുകയാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.